നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മുടെയൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ജോബ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി. അപ്പം എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ ആക്റ്റീവായിട്ട് ജോബ് ചെയ്തിട്ട് ഒരു 10, 15, 20, 25 വർഷം ജോബ് ചെയ്തതിന് ശേഷം നമ്മൾ വലിയൊരു ക്യാപിറ്റൽ കളക്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ആ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വലിയ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ഒരു പാസീവ് ഇൻകം കിട്ടുമ്പം ആ ഒരു പാസീവ് ഇൻകം ഉപയോഗിച്ചിട്ട് നമുക്ക് മുമ്പോട്ടുള്ള കാലം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയെന്നും നമുക്ക് ആക്റ്റീവായിട്ടുള്ള ജോബ് ക്വിറ്റ് ചെയ്യാമെന്നും. എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു വലിയൊരു ക്യാപിറ്റൽ 1 കോടി അല്ലെങ്കിൽ 2 കോടി അല്ലെങ്കിൽ 10 കോടി അത് നമ്മുടെ ടാർഗറ്റാണ്. അങ്ങനെ ഒരു വലിയൊരു എമൗണ്ട് ജോബ് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു എമൗണ്ടിൽ നിന്ന് കൃത്യമായിട്ടൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡിലൂടെ ഇയർലിയിൽ ഇത്ര എമൗണ്ട് കിട്ടുന്നു, ആ കിട്ടുന്ന എമൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ ചിലവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ ചിലവുകൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ എക്സ്പെൻസുകൾ, ട്രാവലിംഗ് എക്സ്പെൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ കുറച്ച് എമൗണ്ട് നമ്മുടെ സർപ്ലസ് ആയിട്ട് നമ്മുടെ പോക്കറ്റിലും കൂടെ കിട്ടുവാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിയെന്ന്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഏകദേശം ഒരു 80 to 90% ആൾക്കാരും അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണാൻ കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ നോർമലായിട്ട് സാധാരണ എല്ലാവരും ഒരു 25 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു ജോലി കിട്ടുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ആവറേജ് റിട്ടേൺ ഒരു സാലറി എന്ന് പറയുന്നത് ഒരു 50,000 രൂപയാണ് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ ചിലവർക്ക് 30,000 ആയിരിക്കാം, ചിലവർക്ക് 70,000 ആയിരിക്കാം, ചിലവർക്ക് 1,00,000 ആയിരിക്കും. എങ്കിലും നമ്മളൊരു 50,000 ആണ് എന്ന് ഉദ്ദേശിച്ച് നോക്കുക. അപ്പം 50,000 രൂപ കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോർമലായിട്ട് ജോലി കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. അത് ചിലപ്പോൾ FDയിലായിരിക്കാം, ചിലപ്പോൾ ഗോൾഡിലായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പ്രോപ്പർട്ടിയിലായിരിക്കാം, എവിടെ വേണമെങ്കിലും ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ സാലറിയുടെ ഒരു 40% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. അപ്പം 40% ഒരു മോശമായിട്ടുള്ളതല്ല, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ ഒരു സാലറീനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 40% ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 20,000 രൂപ നമുക്ക് മന്ത്ലിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇയർലിയിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപ സംതിങ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 2 ലക്ഷം എന്നുള്ളത് ഒരു അപ്രോക്സിമേറ്റ് ഒരു 2 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിച്ച് നോക്കുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ എത്രയായി മാറും എന്ന് നോക്കാം. അപ്പം നമ്മൾ ഒരു 2 lakh നമുക്ക് ഇയർലിയിൽ മാസത്ത് 20,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇയർലിയിൽ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത് ഓരോ വർഷവും 2 ലക്ഷം രൂപ വെച്ച് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 15 വർഷം സേവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമ്മൾ 15 വർഷം നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ അകത്തുനിന്ന് ഒന്നും ഇൻട്രസ്റ്റ് ഒന്നും എടുക്കാതെ അത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, അപ്പോൾ 15 വർഷം എന്താണ് നമ്മൾ എടുത്തത്? നമുക്കൊരു 25 വയസ്സിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 40 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ ക്വിറ്റ് ചെയ്യണമെന്നൊരു ടാർഗറ്റ് വെക്കണം. അല്ലെങ്കിൽ 30-ലാണെങ്കിൽ ഒരു 45, അല്ലെങ്കിൽ 35-ലാണെങ്കിൽ ഒരു 50. ഓക്കെ, അതായത് ഒരു 15 വർഷം, അതൊരു വലിയ ടൈം പീരീഡ് അല്ല, ഒരു നല്ലൊരു ടൈം പീരീഡാണ്. ഒരു 15 വർഷം ജോബ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുവാണെങ്കിൽ അതൊരു നല്ലൊരു പോയിൻ്റാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്ലാനിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 7% നമ്മൾ FDയിൽ നിന്ന് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിട്ടേൺ നമുക്ക് പോസിബിളാണ്. നമുക്ക് താഴെ കാണാൻ സാധിക്കും. നമുക്കൊരു 15 വർഷത്തിന് ശേഷം നമുക്ക് ഒരു 30 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടോട്ടൽ ഓരോ വർഷം 2 ലക്ഷം രൂപ വെച്ച്. അപ്പോൾ നമുക്കൊരു 53 ലക്ഷം രൂപ സംതിങ് 7% ഇൻട്രസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ ഒരു 53 ലക്ഷം രൂപ ടോട്ടലായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 15 വർഷം കഴിയുമ്പോൾ ജീവിക്കാൻ സാധിക്കുമോ? അതായത് ഒരു 53 ലക്ഷം രൂപ നമ്മൾ വീണ്ടും FDയിലിട്ട് 7% ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപ നമ്മുടെ കയ്യിലേക്ക് ഇൻട്രസ്റ്റ് കിട്ടും ഇയർലിയിൽ, അതിനുശേഷം മന്ത്ലിയിൽ എത്ര രൂപ കിട്ടും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 50 ലക്ഷം രൂപയാണെങ്കിൽ അതിന് ഒരു 7% ഇൻട്രസ്റ്റ് കിട്ടുവാണെങ്കിൽ ഏകദേശം 3.5 ലക്ഷം രൂപ നമുക്ക് ഇയർലിയിൽ കിട്ടും. അപ്പോൾ ഏകദേശം നമ്മൾ മന്ത്ലിയിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഒരു 30,000 രൂപ, ഏകദേശം ഒരു 30,000 രൂപ, കറക്റ്റ് എക്സാക്റ്റ് അല്ല ഞാൻ പറയുന്നത്, 30,000 രൂപ മന്ത്ലിയിൽ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടും എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 15 വർഷം കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ചിലവുകളും ഈ ഒരു 30,000 രൂപയിൽ തീരുമോ? ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ,
ഇനി അത് തീരുമെങ്കിൽ ബെറ്ററാണ്, അല്ലെങ്കിൽ നമ്മൾ ഇനിയും വലിയൊരു എമൗണ്ടിന് വേണ്ടി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം 15 വർഷം കഴിയുമ്പോഴത്തേനും ഈ ഒരു 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വിലയെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും അത് അത്ര വലിയൊരു എമൗണ്ടും അല്ല. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഈ ഒരു നോർമലായിട്ട് റെഗുലറായിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു ചേഞ്ച്മെൻ്റ് ഒന്ന് വരുത്തി നോക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചേഞ്ച്മെൻറ്റ് വരുത്താൻ സാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് ടു ഇൻവെസ്റ്റ് അത് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം. ഓക്കെ, അപ്പം അത് നമുക്ക് കൂട്ടാനും സാധിക്കും, കുറയ്ക്കാനും സാധിക്കും. നമ്മളിവിടെ ഒന്ന് കുറയ്ക്കുവാണ്. അപ്പോൾ അതായത് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മളൊരു 50,000 രൂപ 50,000 രൂപ വെച്ച് ജോലി ചെയ്യുന്നയാളാണെങ്കിൽ നമ്മൾ 40% ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 20% ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇയർലിയിൽ നമ്മൾ മന്ത്ലിയിൽ 20,000 രൂപ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 10,000 രൂപ മാത്രം സേവ് ചെയ്താൽ മതി. നമുക്ക് അവിടെ എന്താണ്, നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യവും ആവുകയാണ്. അപ്പോൾ നമ്മൾ 10,000 രൂപ നമ്മൾ മാറ്റി വെക്കുന്നു, ടോട്ടലിൽ ഇയർലിയിൽ 1 ലക്ഷം രൂപ നമ്മൾ മാറ്റി വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു കാര്യമാണ്, മറ്റേ ഒരു മെത്തേഡിനേക്കാളും വളരെ കുറച്ചും കൂടെ സിമ്പിൾ ആവുകയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇയർലിയിൽ നമ്മൾ 15 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഓരോ വർഷം 1 ലക്ഷം രൂപ വെച്ച് നമ്മൾ 15 വർഷം നമ്മൾ ടോട്ടൽ 15 ലക്ഷം രൂപ നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ 15 വർഷം നമ്മൾ അവിടെ ഇൻട്രസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. അപ്പം ഈ ഒരു 2 കാര്യങ്ങളും സെയിമാണ് 15 വർഷത്തിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ആനുവലൈസ്ഡ് റിട്ടേൺ. അത് എത്രയാണ്? നമ്മൾ 7% നിന്ന് നമ്മളൊരു 30% വരികയാണ്. FD ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 7% കിട്ടത്തുള്ളൂ, പക്ഷേ നമ്മളിവിടെ 30% വരുവാണ്. അപ്പം ഈ ഒരു 30% വരുമ്പം എല്ലാവരും ചോദിക്കും, ഈ ഒരു 30% എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും? അപ്പം ഞാനിത് ജസ്റ്റ് ആദ്യം ഒന്ന് കാൽക്കുലേഷൻ കാണിക്കാം, അതിനുശേഷം 30% നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ 30% നമ്മൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിലുണ്ടായ മാറ്റം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 15 വർഷം നമ്മൾ 15 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. മറ്റേ മെത്തേഡിലാണെങ്കിൽ നമ്മൾ 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവിടെ 53 ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ 2.17 കോടി നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 15 വർഷം കഴിയുമ്പോൾ 2 കോടി രൂപ സംതിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമല്ലേ? അത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ഇയർലിയിൽ അതിനുശേഷം ഇങ്ങനെ ഒരു വലിയൊരു ക്യാപിറ്റൽ അച്ചീവ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ 10% വേണമെങ്കിലും നമുക്ക് ഈ 30% നിന്നുള്ളത് 10% വരുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20 ലക്ഷം രൂപ ഇയർലിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇയർലിയിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം. ഓക്കെ, ആ ഒരു 20 ലക്ഷം രൂപ വെച്ച് നമുക്ക് ഇയർലിയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് മന്ത്ലിയിൽ ഏകദേശം ഒരു 80,000 രൂപ സംതിങ് കിട്ടും. അപ്പോൾ ഒരു 80,000 രൂപ വെച്ച് ഒരുപക്ഷെ നമ്മുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോയേക്കാം. ഓരോരുത്തരുടെയും മാറ്റങ്ങളുണ്ട്. ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് പറയുന്നത്. അപ്പം ഇനി എല്ലാവരുടെയും ഒരു ഡൗട്ടുണ്ട്, നമുക്ക് എങ്ങനെ ഒരു 30% റിട്ടേൺ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പം 7%ലാണ് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ മാറ്റി നമ്മൾ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു 7% എന്നുള്ളത് കൂട്ടി കുറച്ചും കൂടെ ബെറ്ററാക്കി ഒരു 12%ലേക്കൊക്കെ വരാൻ സാധിക്കും. ഒരു ആവറേജ് 12%ലേക്ക് വരാൻ സാധിക്കും. അതിലും നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബട്ട് നമ്മൾ 12 ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 to 12%ലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 30%ലേക്ക് വരണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു എഫേർട്ട് ഇടണം. നമ്മൾ മറ്റേതെങ്കിലും മെത്തേഡ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആലോചിക്കുക, നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഒരു 30% ആനുവലൈസ്ഡ് റിട്ടേൺ നമുക്ക് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡിൻ്റെ കൂട്ടത്തിൽ ഫോളോ ചെയ്ത് പോവുക. അപ്പം ആനുവലൈസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു 30% ജനറേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്, അത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അത് ഓപ്ഷൻ സെല്ലിങ്ങിൽ ഒരു സിംഗിൾ പ്രോ സ്ട്രാറ്റജിയാണ്. ആ ഒരു സിംഗിൾ പ്രോ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ വീക്കിലിയിൽ 0.7 to 1% ടാർഗറ്റാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. 0.7 to 1% ടാർഗറ്റിൻ്റെ അകത്ത് നമുക്ക് 0.7% വെച്ചാണെങ്കിൽ നമുക്ക് 52 വീക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 35% റിട്ടേൺ കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചില സമയത്ത് 1%, 1.3%ലേക്കും പോകും. അപ്പം നമ്മൾ വിന്നിങ് പ്രോബബിലിറ്റി ഏകദേശം ഒരു 75 to 80% ഉണ്ട്. അപ്പോൾ നമുക്കൊരു 10 ഒരു 7 ട്രേഡ് പോസിബിൾ ആകാനുള്ള സാധ്യതയുണ്ട്. 1-2 ട്രേഡ്സാണ് നമ്മൾ ലോസിലേക്ക് പോകാൻ പോസിബിലിറ്റി. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിലും നമ്മൾ ഒരു 1% വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിലും നമുക്ക് ഒരു 52 വീക്കിൽ 52% എന്നുള്ളത് അത് ഒരു കുറച്ച് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റായിട്ടാണെങ്കിലും നമുക്ക് 30% അതിമനോഹരമായിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു 30% നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ മറ്റാരുടെയും ഒരു കേപ്പബിലിറ്റി വേണ്ട. നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടായാൽ മതി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു
ഇനിഷ്യേറ്റീവ്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 30% ആനുവലൈസ്ഡ് റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ തിയററ്റിക്കലായിട്ട് പഠിപ്പിച്ച് അതിനുശേഷം പ്രാക്ടിക്കലായിട്ട് ലൈവായിട്ട് എൻട്രീസ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അവിടെ വന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം 2022 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ജേണി. അതിമനോഹരമായിട്ട് 6 മാസത്തെ കംപ്ലീറ്റ് ഡേറ്റ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മുമ്പോട്ടുള്ള പോകുമ്പോഴത്തേന് ലൈവ് എൻട്രീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈമിൽ മാത്രമാണ് മാർക്കറ്റിൽ നിൽക്കുന്നുള്ളൂ. അതായത് നമ്മൾ വീക്കിലിയിൽ ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച എൻട്രി എടുത്ത് വ്യാഴാഴ്ച തന്നെ എക്സിറ്റ് ആകും. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. അപ്പം ഒരു ഫുൾ ടൈമായിട്ട് ജോബ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്ത് ഡിസിപ്ലിനോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ പഠിക്കാൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെയും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് നല്ല എൻട്രീസ് എടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം കൂട്ടത്തിൽ ബാക്കിയുള്ളവരെയും കൂടെ പഠിപ്പിക്കുകയും അവരോട് കൂട്ടത്തിൽ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കമ്പൈൻഡായിട്ട് ഒരു നല്ലൊരു ഗ്രോത്ത് ഒന്നിച്ച് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നല്ല ഡിസിഷൻസും നല്ല ഡിസിപ്ലിനോട് കൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ്, തീർച്ചയായിട്ടും പവർഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ വീക്കിലെടുക്കുന്ന എല്ലാ എൻട്രീസും നമ്മുടെ ഈ ഒരു ചാനൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ നമുക്ക് റെഗുലറായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് 30% റിട്ടേൺ, ഒരു മിനിമം റിട്ടേൺ, ഇത് 30 എന്നുള്ളത് നമുക്ക് 40ലേക്കും 50ലേക്കും അതിന് മുകളിലേക്കും പോകാനുള്ള സാധിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്. ബട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 1 ലക്ഷം രൂപ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പതിയെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജേണിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റേതെങ്കിലും മെത്തേഡ് ഇതിലും കംഫർട്ടബിളായിട്ട് ഇതിലും പ്രാക്ടിക്കബിളായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേനും ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആദ്യത്തെ മെത്തേഡിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ എന്താണ്? ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജോബ് ചെയ്യുന്നുണ്ട് 15 വർഷം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 40% നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷവും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 ലക്ഷം രൂപ സംതിങ് ആണ്. അതൊരു പക്ഷേ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുമോ എന്നൊരു കൺഫ്യൂഷനുണ്ട്. ബട്ട് നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡിൽ എന്താണ്? നമ്മൾ വെറും 20% മാത്രമാണ് സേവ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനുശേഷം എന്താണ്, നമുക്ക് ഒരു 15 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പവറുള്ള ഒരു മെത്തേഡാണെന്ന്. അപ്പം ഒരു 15 വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ 30%-ൽ നിന്ന് 10% അച്ചീവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് മുമ്പോട്ടും അതിമനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.